ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സിമ്പിൾ സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ്. വെറും 10 മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ക്രീമിയും ടേസ്റ്റിയും ആയിട്ടുള്ള സേമിയ പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ. ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ ഒരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഡാൽഡയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതാ നെയ്യ് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്, കരിഞ്ഞു പോകരുത്. ഇപ്പോൾ ഇതൊക്കെ പാകമായിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് കോരി മാറ്റി വയ്ക്കാം. ഈ അണ്ടിപ്പരിപ്പും മുന്തിരിക്കും പകരം നിങ്ങൾക്ക് ബദാം, പിസ്ത, അതുപോലെ തേങ്ങാക്കൊത്തൊക്കെ ചേർക്കാവുന്നതാണ്. ഇനി ഈ സെയിം പാനിലോട്ട് ഈ ഒരു ഗ്ലാസ്സിൽ 1 ഗ്ലാസ് സേമിയ ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് കണ്ടോ, സേമിയയുടെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറിയിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ മതി. ഇനി ഇതിലോട്ട് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിൽ 2.5 ഗ്ലാസ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് സേമിയൊക്കെ ഒന്ന് കുക്കായിട്ട് വരട്ടെ. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, അതും വെറും 10 മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയും ക്രീമി ആയിട്ടുള്ള ഒരു സേമിയ പായസത്തിൻ്റെ റെസിപ്പിയാണിത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇപ്പോൾ ഇതാ പായസം നന്നായിട്ട് തിളച്ച് സേമിയൊക്കെ ഒരു ഹാഫ് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 7 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു പായസം ശർക്കര ചേർത്ത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. പക്ഷേ പഞ്ചസാര ചേർത്ത് ഉണ്ടാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉള്ളത്. ഇനി പായസത്തിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി പായസം നല്ലൊരു ക്രീമി ടെക്സ്ചർ ആവാൻ വേണ്ടിയിട്ട് ഒരു 1 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരട്ടെ. ഈ സമയം ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന കാഷ്നട്ടും കിസ്മിസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ പായസം കണ്ടോ, പാലൊക്കെ നല്ല പോലെ വറ്റി കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പായസം ഉണ്ടല്ലോ, ഓവർ ലൂസാക്കാതെ അത്യാവശ്യം ഇതുപോലെ നല്ല തിക്നെസ്സോടെ തന്നെ റെഡിയാക്കണം. അങ്ങനെ കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉള്ളത്. ഇപ്പോൾ ഇതാ നമ്മുടെ പായസം നോക്കിയാൽ നല്ല പാകത്തിന് തന്നെ കുറുകി റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. ഇത് ഇരിക്കും തോറും ഒന്നുകൂടി ഒന്ന് തിക്കായിട്ട് വരും. ഇപ്പം നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. നോക്കിയ പായസം കണ്ടോ, നല്ലൊരു ക്രീമി ടെക്സ്ചർ ആയിട്ടുണ്ട്. ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള നല്ല ക്രീമി ആയിട്ടുള്ള സേമിയ പായസം റെഡി. നോക്കിയേ, കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ? എത്ര കഴിച്ചാലും മതി വരാത്തൊരു പായസമാണിത്. നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. എല്ലാവർക്കും എൻ്റെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി സേമിയ പായസം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.